ഇത് കടയാടാ, ഇവിടെ കിടക്കല്ലേ, പോ മാറിക്കേ. ഹലോ, ഇത് അങ്ങോട്ട് മാറി കിടക്കേ. രാവിലെ കടയുടെ വാതിൽ കിടക്കുക. ഓ ഓടാ. ചേട്ടാ ഒരു കിലോ കൊഞ്ചെടുത്തു. ഏയ് ഒന്ന് നിന്നേ. വെച്ചോ, എന്നാ ഇത് വെച്ചോ. ചേട്ടാ ഒരു കട്ടൻ ചായ. അല്ലാതെ തലവേദന. ദൈവമേ. ഹലോ, ആ എടാ ഞാൻ വിളിച്ചത് എടാ വേറൊന്നും പറയാനല്ല, എൻ്റെ പെങ്ങളുടെ കല്യാണം എടാ. ആ ഈ മാസം 10-ാം തീയതി. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് അറിയാമല്ലോ. നിനക്ക് തരാനുള്ള പൈസ ഞാൻ തരാം. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞോട്ടാ, എല്ലാം ഡീൽ ചെയ്യാം. കുറച്ച് സ്വർണം പണയം വെച്ചിട്ടുണ്ടായിരുന്നു. പണയം എടുത്തിട്ട് വിൽക്കാനായിരുന്നു പ്ലാന്. 85,000 രൂപ തന്നെ ഈ പലിശ. എന്തോ ചെയ്യും? പക്ഷെ നടക്കും തോന്നില്ല. ഇട്ടിരിക്കും ആപ്പാടെ. ആ പിന്നെടാ പലിശയ്ക്ക് കൊടുക്കുന്ന കുറിപ്പേട്ടനല്ലേ, പുള്ളിക്കാരനെ സഹായിക്കാമെന്ന് പറഞ്ഞ്. ഇനി ആപ്പാടെ ആ ഒരു പ്രതീക്ഷയുള്ള. നീ എന്തായാലും വൈകിട്ട് ഇങ്ങോട്ട് വാ, ഞാൻ 4 മണിക്ക് ജംഗ്ഷനിൽ കാണും. ഓക്കെ എന്നാ. അതെ ചേട്ടാ, പൈസ ബൈറ്റ് കൊടുക്കുമ്പോൾ തരാമേ. ആ ഓക്കെ ശരി. ഓക്കെ വിനീഷ് രാവിലെ ഇതിലെ പോകുന്ന കണ്ടു. ഞാൻ അവനെ 2-3 വട്ടം വിളിച്ചു, അവനെ കിട്ടുന്നില്ല. അവൻ എന്നോട് ഇടയ്ക്ക് പറഞ്ഞായിരുന്നു വൈകുന്നേരം വരാമെന്ന്. എടാ സാബു, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. സമയം ഒരു 5 മണി എന്ത് കാണിക്കുന്നേ? എന്ത് ചെയ്യാൻ, ആരും മറ്റേത് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. ദേ ഒരുത്തം വരുത്, ഒരു മണിക്കും പോട്ടല്ലോ. ഇവരൊക്കെ ഇങ്ങനെയൊക്കെ നടന്നാ എന്തോ ഒരു ജന്മോടാ ഇവരൊക്കെ. വല്ല മണിക്ക് പോടാ. എന്താ എവിടുന്നാ? എന്താ വേണം? എന്താ വേണം? എന്തുവാ സഞ്ചിക്കത്ത് എന്തുവാ മറിക്കുന്ന എന്തുവാ? എന്നാ ഇത് പിടി, കൊണ്ട് കഴിച്ചു. ഓ എന്തൊരവസ്ഥ, കഷ്ടം. ഇവിടെ ഷെയർ ഇടാൻ പോലും കാശില്ല, അന്നേരം ഓരോ ഭിക്ഷക്കാര് കയറി വരുന്നത്. എടാ പോയി വല്ല പണി വെക്കണം, അവനൊരു കുഴപ്പമില്ല. ഞാൻ എന്തെങ്കിലും പൈസ കൊടുക്കും. എടാ ഇവരൊക്കെ കുറവാ സംഘത്തിന്റെ ആൾക്കാരാ. പകല് വന്ന് നമ്മുടെ വീടൊക്കെ കണ്ടുവച്ചിട്ട് രാത്രി വന്ന് മോഷ്ടിക്കാനുള്ള പരിപാടിയാ ഇവരൊക്കെ. നമുക്ക് ചായ കുടിക്കാൻ പോലും ഒരു 10 രൂപ എടുക്കാനില്ല. ദാണ്ട് വരുന്നു. ഇങ്ങനെ കുറവുകൂടെ ഉള്ളായിരുന്നു ഇവിടെ. ഇരി ഇപ്പഴാ കോറഫില്ലായത്. വൈകുന്നേരം ഒക്കെ ആയില്ലേ, ഒരെണ്ണം എടുക്കണ്ടേ? ഞാൻ 100 ഇട്ട്. ഞാനും 100 ഇട്ടു. എങ്ങനുണ്ട്? പിച്ചക്കാരന് ഒരു 100 രൂപ കൊടുക്കാൻ അവന്റെ കാശില്ല. അവനൊക്കെ കുപ്പി ഉണ്ടാക്കാൻ നടക്കുന്നത്. അവനൊക്കെ ഏത് എല്ലാരും ഷെയർ കൂടി ഇരുന്നോ? വലിക്കത്തേ ഉള്ളു. എടാ സാബുവേ, 4 മണിക്ക് വരാന്ന് പറഞ്ഞവനാ, ഇപ്പഴാ വരുന്നേ. അല്ല എല്ലാരും നേരത്തെ ഇനി വന്നോ? കൊള്ളാം. ഇതേതാടാ പുതിയ കമ്പനി പിച്ചക്കാരൻ? നീ ഇല്ലാത്തൊരു പകരം വന്നാ കേട്ടോ. ആരും നിൽക്കാൻ വയ്യ. അയ്യോ, ഇവിടുന്ന് പറഞ്ഞു പറഞ്ഞവനെ. എവിടെ നേരം? എനിക്ക് മറ്റേ കണ്ണെടുത്ത കണ്ടുവിടാം. മൊത്തം ഉടായിപ്പാ. ഓ എന്ത് പറയാനാ നിൽക്കണേ. ഈ മഴ ഉണ്ടോ?
കിടക്കുന്നു ഇവിടെ ഇരിക്കാൻ വയ്യ. എന്തിനാടാ അയാളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവനൊന്നും ചെയ്യരുത്, അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്, ഒരു കഷ്ടമുണ്ട്. എന്തിനാണ് മിണ്ടപ്പറയുടെ മുഖത്ത് കുപ്പ് ചെയ്തത്? നിനക്ക് പാവം കിട്ടൂടാ. പറയുന്നേക്ക് പാവം പാവാണെങ്കിലേ നീ ഇവരെ കൂടി വീട്ടിൽ കൂടി താമസിപ്പിക്കേ പറ്റിയ ജോഡി നിങ്ങൾ തമ്മിൽ. നിന്നോട് ആരെങ്കിലും പറഞ്ഞു ഇവൻ പോകുന്നു? നിനക്ക് ഇതിന് മുമ്പ് മരിച്ചോണ്ടോ അവനെ? വിരുദ്ധോ തല്ലരുത് ഇനി. ഇവരൊക്കെ കുറവാ സംഘത്തിൽപ്പെട്ട ആളാ, ഉണ്ടാക്കാൻ വന്നേക്കുന്നു. ആ ഒറ്റ അടിവെച്ചെന്നുണ്ടല്ലോ, ഓരോന്ന് കയറി വന്നോളൂ. കൊറോണ സമയത്ത് ഇമാർക്ക് എവിടെ ആയിരുന്നു? ഒറ്റ പോലും ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇമാർക്ക് താന്നു പോയോ കൊറോണ സമയത്ത്? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കൂ, വേറെ ഒരു സംസ്ഥാനത്തിന് ഈ ഭിക്ഷാടനമില്ല. ഇമാരൊക്കെ വലിയ മാഫിയ ടീമിന്റെ ആൾക്കാരാ, അവർക്കൊരു ജോലി ചെയ്യും ഇവരൊക്കെ. അറിയാമോ? എടാ നിനക്ക് അയാളെ തല്ലിട്ട് എന്ത് കിട്ടാനാ? എന്തെങ്കിലും കിട്ടുമോ നിനക്ക്? ഒന്നും കിട്ടത്തില്ല. എടാ അയാളെ കണ്ടാ അറിയത്തില്ല, അയാൾ ഒരു പാവം പിടിച്ചവനാടാ. ആ പാവാണെന്നോ? എടാ വൈകിട്ട് ഷാപ്പിൽ പോയി കാണണം, അറിയോ? ഇവന്റെ പേക്കൂത്ത് കാണണമെങ്കിൽ അവൻ പാവം പിടിച്ചതെന്ന് പറയുന്നത്. ഇവിടെ കടയുടെ മുമ്പേ അലമുണ്ടാക്കി എന്താ നിനക്ക്? നിനക്ക് സോക്കേട് ഞാൻ വിളിക്കുന്നതിന്. നിന്നെ നെഞ്ചത്താ ഇരിക്കുന്നേ. എടാ കൂടുതലും കൊണ്ടൊക്കല്ലേ? നിനക്കെന്താ സോക്കേട്? നിനക്ക് മേടിക്കല്ലേ? മിണ്ടാ അവിടെ ഇരുന്നോണം. ഒരു മിനിറ്റ്. എന്താ എല്ലാം സെറ്റപ്പ് പോലെ ആയിക്കോടാ. അവൻ ആരാ ആഹാ വേണ്ട പോയേക്കാൻ സ്പീഡിൽ പണി കിട്ടി. ആ നിന്റെ ഫോൺ എന്തി? എടാ അത് വീട്ടിൽ ചാർജ് ചെയ്തിട്ടേക്കുവാ. എന്താടാ? അത് പിന്നെ നിന്റെ അച്ഛനോ? പെങ്ങളെ വിടില്ല. എന്താടാ? നിന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് പെങ്ങൾ എന്നെ വിളിച്ചായിരുന്നു. അച്ഛനൊരു ആക്സിഡന്റ് പറ്റി. എടാ എൻ്റെ അപ്പൻ എന്ത് പറ്റിയടാ? സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. എടാ സാബു, എടാ അവൻ പറഞ്ഞോടാ എൻ്റെ അപ്പൻ ആക്സിഡന്റ് ആക്കി. എടാ സത്യമായിട്ട് അവളെ എന്നോട് പറഞ്ഞത് അല്പം സീരിയസാ. ഒരു 2 ലക്ഷം രൂപയില്ലാതെ സർജറി നടത്തുന്നില്ല ഡോക്ടർമാർ പറഞ്ഞു. 2 ലക്ഷം രൂപയൊക്കെ എവിടെ പോയി ഉണ്ടാക്കൂടാ സാബു? എന്ത് ചെയ്യൂടാ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഞാനേ എവിടെന്നെങ്കിലും കുറച്ച് പൈസ കിട്ടുമോ നോക്കട്ടെ. ഞാൻ ഇപ്പൊ വരാം. നീ ഒന്ന് വന്നേരെ. നീ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെയില്ലേ, സെറ്റ് ചെയ്യാം. Ha ha ha!